മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കാണ് എന്നുള്ളതാണ് വിവരം. ശ്രീരാംപുര അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു കഥ പ്രചരിക്കുന്നത് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് ഈ ശ്രീരാംപുര അമ്പലം. കവചം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സംശയം. ബംഗളൂരു കേന്ദ്രീകരിച്ച് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ കഥ ഒന്നുകൂടി ഇപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി കൂടി പറയണം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിനോട് ചേർന്നുള്ളതാണ് ഈ ശ്രീരാംപുര അമ്പലം. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനോടൊപ്പം തന്നെ ഒരു പുതിയ വ്യവസായി വിനീത് ജെയിൻ തുടങ്ങിയ ആളുകളുടെ പങ്ക് ഇതിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്? മാധു, ഈ സംഭവം ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ, അത് സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥലം, അദ്ദേഹം താമസിക്കുന്നത് ബംഗളൂരുവാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ബംഗളൂരുവാണ്. അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴാണ് വിചിത്രമായ ചില സംഗതികൾ ഈ ദേവസ്വം വിജിലൻസിന് കിട്ടിയത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ 2019 സെപ്റ്റംബർ 14 ബംഗളൂരുവിലെ ഒരു ന്യൂസ് പോർട്ടലിൽ വന്ന വാർത്തയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്നുകൂടി വിശദമായിട്ട് പറയാം. അതായത് 2019 ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാനായി ദേവസ്വം ബോർഡ് ചെമ്പുപാളികൾ എന്ന ഉത്തരവിറക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അത് ഒരു മാസം വൈകി ചെന്നൈയിലെത്തി. ചെന്നൈയിൽ നിന്ന് അത് സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തെത്തുന്നത് 2019 സെപ്റ്റംബർ 13 അതിന്റെ ചിത്രങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. അതിന്റെ തൊട്ടു പിറ്റേ ദിവസം 14 ബംഗളൂരുവിലെ ഒരു ന്യൂസ് പോർട്ടലിൽ ഒരു വാർത്ത വരികയാണ്. ആ വാർത്ത വിനീത് ജെയിൻ എന്ന് പറയുന്ന ബംഗളൂരുവിലെ ഒരു വ്യവസായിയെക്കുറിച്ചാണ്. ആ വ്യവസായി ഈ ശ്രീരാംപുര അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലെ ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന്റെ അവകാശവാദം ഈ സെപ്റ്റംബർ 13 ശബരിമല ക്ഷേത്രത്തിൽ സമർപ്പിച്ച ഈ സ്വർണ്ണ കവചം അത് താൻ സമർപ്പിച്ചതാണ്. അതിന്റെ കാരണം ആ വാർത്തയിൽ പറയുന്നത്, കുറച്ചുനാൾ മുമ്പ് ശബരിമല സന്നിധാനത്ത് വിജയ് മല്യ സ്വർണം പൂശിയ ഈ കവചം ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നു. ശ്രീരാംപുര അമ്പലത്തിന്റെ ഡിവോട്ടിയായ തന്റെ പക്കൽ സമീപത്തേക്ക് എത്തി. എന്നിട്ട് അത് മാറ്റി പുതിയ സ്വർണം കവചം സമർപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണം ഈ ശബരിമലയിലെ ദേവസ്വം ബോർഡ് മെമ്പറിന്റെ സ്വപ്നമാണ്. സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞത്രേ ഈ കവചം മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര ബംഗളൂരുവിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഈ ശ്രീരാംപുര അമ്പലത്തിലെ ഡിവോട്ടികൾ ചേർന്ന് പുതിയ കവചം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് വിനീത് ജെയിൻ ആണ്. വിനീത് ജെയിൻ പറയുന്നത് താൻ ഹൈദരാബാദിൽ നിന്നാണ് പുതിയ ചെമ്പ് തകിട് ഉണ്ടാക്കിയത്. അത് സ്വർണം പൂശിയത്, പുതിയ ടെക്നോളജി ഉപയോഗിച്ച് സ്വർണം പൂശിയത് ചെന്നൈയിൽ വെച്ചാണ്. സെപ്റ്റംബർ 13 അത് സന്നിധാനത്ത് ശബരിമലയിൽ അത് സമർപ്പിക്കുകയും ചെയ്തു. ആ ദിവസം ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ വലിയ സദ്യയൊക്കെ നടത്തി ഭക്തരെല്ലാം ഒത്തുകൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്നത് വിജയ് മല്യയ്ക്കൊപ്പം ഞാനും കൂടി ഈ സ്വർണ്ണദാന ചടങ്ങിൽ പങ്കെടുത്തതോടെ ശബരിമല സന്നിധാനത്തെ മുഴുവൻ സ്വർണ്ണ കവചിതമാക്കിയതിന്റെ അഭിമാനം കർണാടകയിലെ അയ്യപ്പ ഭക്തർക്കാണ് എന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇനി അപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് സംശയിക്കുന്നത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ, കാരണം ഒരു കാര്യവുമില്ലാതെ 2019 ഇങ്ങനൊരു വാർത്ത വരേണ്ടതില്ലല്ലോ ബംഗളൂരുവിൽ, കാരണം അന്ന് ഈ വിവാദമൊന്നുമില്ല. അപ്പോൾ 2019 ഈ സംഭവിച്ചിരിക്കാവുന്ന കാര്യം വിജിലൻസ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കവചവുമായി നേരെ ബംഗളൂരുവിലേക്ക് പോയി അവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തരെ വിളിച്ചുകൂട്ടി ഇതിന്റെ സ്പോൺസർഷിപ്പിന് പുതിയൊരു കവചം നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് കാണും. അങ്ങനെ വിനീത് ജെയിൻ അതിന് പണം മുടക്കാൻ തയ്യാറായി. അദ്ദേഹത്തെ കൊണ്ട് പുതിയൊരു കവചം ഉണ്ടാക്കി സന്നിധാനത്തെത്തിച്ചു. പഴയ കവചം എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. അതെവിടെ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തണം. മാത്രമല്ല ഈ വിനീത് ജെയിൻ എന്ന് പറയുന്ന വ്യവസായിയെ കണ്ടെത്തി ചോദ്യം ചെയ്യണം. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യണം. ഒരുപക്ഷെ ഉടൻ തന്നെ ഈ 4 തീയതി അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം വിജിലൻസിനുണ്ടല്ലോ അല്ലേ? വിജിലൻസിന് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അതിനെ ബേസ് ചെയ്ത്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാർത്ത കിട്ടിയത്. ഈ വാർത്തയിൽ ഒരു പ്രത്യേക കാര്യം, ഈ വാർത്തയിൽ എവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഈ വാർത്തയിലില്ല. പകരം വിനീത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ഈ ശബരിമലയിൽ വിജയ് മല്യ നൽകിയ സ്വർണം തകിട് മാറ്റി പുതിയ തകിട് സമർപ്പിച്ച അതിന്റെ ഒരു കാര്യങ്ങൾ പറയുന്ന ഒരു വ്യവസായി, ആ വ്യവസായിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഞാൻ വായിക്കാം. ആ വാർത്തയുടെ തലക്കെട്ട്, ഡിവോട്ടീസ് ഓഫർ ഗോൾഡ് പ്ലേറ്റഡ് ഡോർമെൻ ആൻഡ് വാൾ പ്ലേറ്റ്സ് ടു അയ്യപ്പ ടെമ്പിൾ ശബരിമല എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യവസായം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഡോർമെൻ, അതായത് ദ്വാരപാലകൻ ശില്പത്തിലെ കവചങ്ങൾ മാത്രമല്ല, ഈ ഭിത്തിയിൽ വെക്കാനുള്ള ചില പ്ലേറ്റുകൾ കൂടി നിർമ്മിച്ചു എന്നാണ് ഈ വാർത്തയിൽ വിനീത് ജെയിൻ അവകാശപ്പെടുന്നത്. അപ്പോൾ അതൊന്നും ശബരിമലയിൽ എത്തിയിട്ടില്ല.
ഈ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ഈ വാർത്തയുടെ ആധികാരികത ദേവസ്വം ബോർഡ് വിജിലൻസ് ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പീഠം ഒക്കെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു തീരുമാനം വരുന്നത്. പിന്നീട് അത് ചേരുന്നില്ല എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കുകയായിരുന്നല്ലോ. അത്തരം വിശദാംശങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഈ വാർത്തയോടാണ്. കാരണം ഈ വാർത്തയിൽ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. കാരണം ഈ വാർത്തയിൽ പറയുന്നുണ്ടല്ലോ, ഇത് ഹൈദരാബാദിലാണ് ചെമ്പ് തകട് ഉണ്ടാക്കിയതെന്ന്. നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന അതേ തകട് കൊണ്ട് ചെന്നൈ കൊണ്ടുപോയി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യവസായി ഈ വാർത്താ ചാനൽ ഈ പോർട്ടലിലെ ജേർണലിസ്റ്റിനോട് പറയുന്നത്, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ഈ ചെമ്പ് പ്ലേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്, അത് അടിമുടി പുതിയൊരു സാധനം, അതായത് വിജയമല്യ അത് പറഞ്ഞു വന്നപ്പോഴാണ്. മാത്രമല്ല, അന്ന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യ പ്രകാരമാണ് എങ്കിൽ, ഈ വ്യവസായി കൊടുത്ത സാങ്കേതിക വിദ്യ പ്രകാരമാണ് എങ്കിൽ, ഇനി ഇതിനൊരു വീണ്ടും ഒരു ഒന്ന് പുതുക്കി പണിയേണ്ട അവസ്ഥ വരികയാണെങ്കിൽ സ്വർണം പ്രത്യേകിച്ച് വേർതിരിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയത് എന്നതുകൂടി പറയുന്നില്ലേ? നേരത്തെ പത്മകുമാറൊക്കെ സംസാരിച്ചപ്പോ സ്വർണം മുഴുവൻ പോയി ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല 2019 ഈ വാർത്തയിൽ ഈ വ്യവസായി തന്നെ ഈ ജേർണലിസ്റ്റിനോട് പറയുന്നുണ്ട്, copper plate was prepared in Hyderabad and gold was plated in Chennai. One of the specialities of this is that usually gold is coated using mercury. അതായത് മെർക്കുറി കൊണ്ട് ഒട്ടിക്കുന്ന രീതിയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതായത് വിജയമല്യ സ്വർണം പൂശുമ്പോൾ ഈ മെർക്കുറി കൊണ്ട് സ്വർണ്ണ പാളികൾ ഒട്ടിച്ചാണ് ചെയ്തത്. But here it has been done using electric technology. It helps to separate gold from the copper when there is need to do so in future. ഭാവിയിൽ ഈ ചെമ്പിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ഇപ്പോൾ പൂശിയിരിക്കുന്നതെന്നാണ് ഇയാൾ അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 2019 സെപ്റ്റംബർ 13 ഈ ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയിൽ സമർപ്പിച്ചതിന്റെ പിറ്റേ ദിവസം ബംഗളൂരുവിൽ ഇങ്ങനൊരു വാർത്ത വരാൻ കാരണം? ഈ വാർത്തയിൽ പറയുന്ന വിനീത് ജെയിൻ ആണോ ശബരിമലയിലേക്ക് ആ സ്വർണ്ണപ്പാളികൾ തയ്യാറാക്കി കൊടുത്തത്? അതിൻ്റെ ചെമ്പുപാളികൾ നിർമ്മിച്ചത് ഹൈദരാബാദിലാണോ? സ്വർണം പൂശിയത് ചെന്നൈയിലാണോ? അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ഒറിജിനൽ സന്നിധാനത്ത് ഉണ്ടായിരുന്ന 20 വർഷം ഉണ്ടായിരുന്ന ആ കവചം എവിടെ? ഇതിനാണ് നമുക്ക് ചോദിക്കാനുണ്ട്. എന്നിട്ട് ഈ 2019 ഇത് കൊണ്ടുപോയതിനു ശേഷം ഇപ്പോ 2025 ഇതിന് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയാണ് വീണ്ടും കൊണ്ടുപോകുന്നത്. അപ്പോഴും ഈ പറയുന്ന സ്വർണം വേർതിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ വ്യവസായി ഇത് ചെയ്തു എന്ന് ആവശ്യപ്പെടുന്ന വ്യവസായി അന്ന് ഈ വാർത്താ ചാനലിനോട് പറയുന്നത്, ഈ ഞങ്ങൾ പുതിയ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ചെമ്പിൽ നിന്ന് ഈ സ്വർണം എപ്പോൾ വേണമെങ്കിലും ഭാവിയിൽ മാറ്റാം എന്ന് പറയുന്നിടത്താണ് ഇത് 2025 വീണ്ടും കൊണ്ടുപോയി എന്ന് പറയുന്നത്. മാത്രമല്ല, സ്വർണ്ണ പ്ലേറ്റ് മാത്രമല്ല, ഞാൻ കുറച്ച് ഭിത്തിയിലൊക്കെ വെക്കാനുള്ള അലങ്കാര പണികളും കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 2019 എടുത്തുകൊണ്ട് പോയ കവചത്തിനൊപ്പം 2 പീഠങ്ങൾ കൂടി എത്തിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയും അത് പിന്നീട് അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കണം. അപ്പോൾ പീഠങ്ങൾ മാത്രമായിരിക്കില്ല, വേറെയും എന്തൊക്കെയോ ആ വ്യവസായിയെ കൊണ്ട് ഉണ്ടാക്കിച്ചിരിക്കാം എന്നുള്ള സംശയവും ദേവസ്വം ബോർഡ് വിജിലൻസിനുണ്ട്.